Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Prayer പറഞ്ഞോ കേട്ടോ. Good afternoon, ma'am. കാരുണ്യം കൂടുന്ന സ്നേഹസ്വരൂപമേ, കാലിന കൈവണങ്ങുന്നു ഞങ്ങൾ, കാലിന കൈവണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണും ആകാശവും തീയും നിന്റെ അനുഗ്രഹങ്ങൾ. പ്രാണനും ബുദ്ധിയും ദേഹവും ശക്തിയും പ്രാണനിൽ പ്രാണനും നിന്റെയല്ലോ. എന്തിനു മീതെ വിളങ്ങട്ടെ ദൈവമേ നിൻ തിരുനാമവും കാരുണ്യവും. നല്ലതേ തോന്നാവൂ, നല്ലതേ ചെയ്യാവൂ, നല്ലതേ ചൊല്ലാവൂ നിൻ കൃപയാൽ. എന്നും അതിനുള്ള ബുദ്ധിയും ശക്തിയും തന്നരുളേണമേ തമ്പുരാനേ. കാരുണ്യം കോരുന്ന സ്നേഹസ്വരൂപമേ, കാലിന കൈവണങ്ങുന്നു ഞങ്ങൾ, കാലിന കൈവണങ്ങുന്നു ഞങ്ങൾ. Good afternoon, respected ma'am and my dear friends. It gives me great pleasure to welcome all of you to today's class. Let us begin this section with a positive attitude and a willingness to learn new things. Learning is a continuous journey, and each day brings us new opportunities to grow and improve ourselves. I hope today's class will be interesting, enjoyable, and full of valuable knowledge. Once again, I extend a warm welcome to everyone. Let us start our class with enthusiasm and confidence. Thank you. Good afternoon, ma'am. Thought of the day. Life and time are the world's best teachers. Life teaches us to make good use of time, and time teaches us the value of life. APJ Abdul Kalam. ഓക്കെ, നമ്മള് ലാസ്റ്റ് ക്ലാസ്സിലെ ഏത് ടോപ്പിക്കാണ് എടുത്തത് ഓർമ്മയുണ്ടോ? ഏത് ടോപ്പിക്കായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്? Health care ആണോ? Pentavalent vaccine. 7 health care. ഹെൽത്ത് കെയർ. Healthcare നമ്മൾ ഫസ്റ്റ് എയ്ഡ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് എയ്ഡ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമ്മൾ മൂവായ ചാപ്റ്റർ ആണ് ഹെൽത്ത് കെയർ, യൂണിറ്റ് 7. ജസ്റ്റ് തുടങ്ങിയല്ലേ ഉള്ളൂ. ജസ്റ്റ് പേരുകളൊക്കെ പറഞ്ഞേ. മീസിൽസ് വരെ എടുത്തോ? മീസിൽസ് വരെ അല്ലേ എടുത്തത്? പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിൽ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള അസുഖങ്ങൾ തന്നെയാണ് ഇവിടെ കൂടുതലായിട്ട് പറയുന്നത്. ഇവിടെ പറയുന്നത് ഇമ്മ്യൂണൈസേഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഓരോ ഡിസീസിനെതിരെ എടുക്കുന്ന വാക്സിൻസിനെ കുറിച്ചിട്ടായിരുന്നു. ആണോ ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യാനുണ്ട്? ഏതാണ് ആക്ടിവിറ്റി? ABCD, small letters, capital letters, digits. പറയൂ, എന്താണ് നമ്മുടെ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ആണോ? Yes, ma'am. പെൻഡാവാലന്റ് വാക്സിനെ കുറിച്ച് പറയാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അതുണ്ട്. അപ്പോ ആദ്യം നമുക്ക് ആ ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പെൻഡാവാലന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. പിന്നെ എന്റെ സെമിനാർ കഴിഞ്ഞ ആഴ്ച കയറാൻ പറ്റിയില്ലായിരുന്നു. ഓക്കേടാ, നമുക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ അല്ലേടാ? അതെ. ടൈം ഉണ്ടെങ്കിൽ പ്രസന്റ് ചെയ്യാം കേടാ. ഓക്കെ.
അപ്പം ആക്ടിവിറ്റി ചെയ്തവരും പേര് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് പിൻ ചെയ്യാൻ പറ്റും കേട്ടോ. മാം എല്ലാവരുടെ ഒരു PPT പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അന്ന് അത് പ്രസന്റ് ചെയ്താലും മതി. എല്ലാവരുടെയും ചെയ്തിട്ടുണ്ടോ? ഒരു 40+ മെമ്പേഴ്സിന്റെ ഉണ്ട്. നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരുടെയും ഉണ്ടെങ്കിൽ അങ്ങനെ മതി. PPT പ്രസന്റ് ചെയ്തോ, അല്ലെങ്കിൽ വേണ്ട, PPT വേണ്ട. എല്ലാരും എല്ലാരും പേര് അയച്ചാൽ മതി, ഞാൻ പിൻ ചെയ്തോളാം കേട്ടോ. PPT നിങ്ങൾ വേറെ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചത് പിന്നെ കാണിക്കണം മാം? വേണ്ട, കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചോ നിങ്ങള്? കുറച്ചുപേര് കാണിച്ചില്ല മാം. എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം ക്ലിയർ ആവാത്തത് കൊണ്ട് എല്ലാരും അയച്ചു തന്നപ്പം നല്ലോണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബാക്ക് ക്യാമറ ഒക്കെ ഓൺ ചെയ്തപ്പോ ചിലർക്ക് പ്രോബ്ലംസ് ഒക്കെ വന്നില്ല, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. എല്ലാരും ഓരോരോ വർക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഓക്കെ, അത് എനിക്ക് വാട്സപ്പ് അയച്ചു തന്നാൽ മതി. PPT വാട്സപ്പ് ഞാൻ ഇവിടുത്തെ നമ്പർ വാങ്ങിച്ചു തരാം കേട്ടോ. ഓക്കേടാ. നിമ്മി പ്രസന്റ് ചെയ്തോടാ. ഓക്കെ മാം. ടോപ്പ് മുകളിലായിട്ട് കേട്ടോ, ടോപ്പിലായിട്ട് ആ സ്പീക്കറിന് തൊട്ടിപ്പുറത്ത്. ഓക്കെ, നന്നായിട്ട് ചെയ്തു. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. മഞ്ജുരാജ്. മഞ്ജുരാജ് മഞ്ജു മിസ് ക്യാമറ തിരിച്ചറിയില്ല. ഒരു മിനിറ്റ്, അടുത്ത പേര് വിളിച്ചു, അതിന്റെ അടുത്ത് ഞാൻ പറയാം. ക്യാമറ ഓൺ ചെയ്താലേ ക്യാമറ തിരിക്കുന്ന ആ ഓപ്ഷൻ വരുള്ളൂ. അടുത്ത് വന്നേക്കണേ. ക്യാമറ ഓൺ ചെയ്തിട്ട് ടോപ്പിലായിട്ടൊരു മൈക്കും പിന്നെ 2 ആരോ മാർക്കും വരുന്നുണ്ട്. അത് കാണിക്കാനാ. ഓക്കെ, അനുശ്രീ. ക്യാമറയിലല്ല, അവിടെ. ടീച്ചർ അടുത്ത പേര് വിളിച്ചോ, ഞാൻ അതിന്റെ അടുത്ത കാണിക്കാവുന്നു. അനുശ്രീ. അങ്ങനെയല്ല. അനുശ്രീ. അയന വർഗീസ്. ഞാൻ കാണിക്കട്ടെ മാം, ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. മാം ഇപ്പൊ വണ്ടിയിലാണ്, അപ്പൊ അത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചാ മതിയോ? അത് ഷെയർ ചെയ്യോ? ഓക്കെ. ഹലോ. പറഞ്ഞു അനുശ്രീയുടെ. ഓക്കേടാ, ഗിൽറ്റഡ് പേപ്പർ ആണ്. നന്നായിട്ടില്ല കേട്ടോ അനുശ്രീ. താങ്ക് യു. അഞ്ജനക്ക്. രേവതി, ദൃശ്യ. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസന്റ് ചെയ്യട്ടോ. ടീച്ചർ അഞ്ജന. ഓക്കെ, അഞ്ജന. ഓക്കെ, പിങ്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്പേഴ്സും കാണുന്നുണ്ട് കേട്ടോ. ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ചെയ്തിട്ടില്ല? സ്മോൾ ലെറ്റർ ചെയ്ത് ക്യാപിറ്റൽ ഞാൻ കാണിച്ചു കഴിഞ്ഞ ക്ലാസ്സില്. ഓക്കെ. ഓക്കേടാ, ദൃശ്യം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, നമ്പേഴ്സ് ഉണ്ട്. ഓക്കേടാ, ദൃശ്യം ഓക്കേടാ. ഇനി അഞ്ജനക്ക് രേവതി PR. ഓക്കെ, നന്നായിട്ടുണ്ടല്ലോ. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ പ്രിന്റ് എടുത്താണോ കട്ട് ചെയ്ത്, ട്രേസ് എടുത്ത് കട്ട് ചെയ്തോ? സാൻഡ് പേപ്പറിൽ തന്നെ കൈകൊണ്ട് വെട്ടിയെടുത്തതാ. ആണോ? ഓക്കെ, നന്നായിട്ടുണ്ട്. ഓക്കേടാ. ദൃശ്യ കാണിച്ചല്ലോ. കാണിച്ചോ? കാണിച്ചല്ലേ? ഓക്കെ. കാണിക്കട്ടെ. മഞ്ജുരാജ്. മഞ്ജുരാജ് കാണിച്ചു കേട്ടോ. വിദ്യ കാണുന്നുണ്ട് കേട്ടോ. ഗിൽറ്റഡ് പേപ്പർ ആണല്ലേ? ഓക്കേടാ. മഞ്ജു മോളിൽ ടോപ്പിലായിട്ട് 2 ആരോ മാർക്ക്. നമ്പേഴ്സ് ഉണ്ട് മാം. കണ്ടൂടെ, നമ്പേഴ്സും കാണാം കേട്ടോ. ചോറല്ലേ? ഓക്കെ, മഞ്ജു കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ.
ഗിൽറ്റഡ് പേപ്പർ ആണല്ലേ? ആ സാൻഡ് പേപ്പർ കിട്ടിയില്ല മിസ്. സുബി, കാണാൻ പറ്റുന്നുണ്ടോ? സുബി കാണാടോ? നന്നായിട്ടുണ്ട് കേട്ടോ. സുബി കഴിഞ്ഞിട്ട് ഷെഫീന. ഓക്കേടാ. സ്മോൾ ലെറ്ററും നമ്പേഴ്സും ക്യാപിറ്റൽ ലെറ്റർ ചെയ്തിട്ടുണ്ടല്ലേ? ആൽഫിയ, വിനയ, യെസ് മാം. ഓക്കേടാ. മാം അൽഫിയ. ഓക്കെ, ആൽഫിയുടെ കാണാം കേട്ടോ. ഓക്കെ ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. എടാ സ്ക്രീൻ ഷെയർ ചെയ്യണ്ട കേട്ടോ ആരും, വേറെ ആരും. ആരാണ് ഇപ്പൊ ഷെയർ ചെയ്തിരിക്കുന്നത്? റിയ അല്ലേ? ഓക്കേടാ. അതെ, മറ്റേ ലൈവ് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. ഓക്കെ, ഞാൻ ബാക്കിയുള്ളവർ നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ആ വീഡിയോ സെൻഡ് ചെയ്ത് തന്നാൽ മതി. ആരാ എനിക്ക് സെൻഡ് ചെയ്ത് തരാം? ചിക്കുമോളല്ലേ? ഓക്കെ, അത് നിങ്ങളിവിടെ അസൈൻമെന്റ് ഒക്കെ ചെയ്യാനായിട്ട് നമ്പർ തന്നിട്ടുണ്ടോ? അസൈൻമെന്റ് ഇല്ല മാം, നമ്പേഴ്സ് ഒന്നും തന്നിട്ടില്ല. ഗൂഗിൾ ക്ലാസ് റൂമിലാണ് കൂടുതൽ ആക്ടിവിറ്റീസ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങിച്ച നമ്പർ തരാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ പ്രസന്റ് ചെയ്തില്ല. ഓക്കേടാ. ഞാൻ ഇവിടെ വരെ പറഞ്ഞു, ആൽഫിയ വരെ പറഞ്ഞു അല്ലേ? മ്യൂട്ട് ആവോ എല്ലാവരും? ക്യാമറ എങ്ങനെ ഓണാക്ക? ക്യാമറ ഓൺ ചെയ്തിട്ട് മുകളിലായിട്ട് ആ ഒരു അനുഷ കാണാടെ ബിൻസി നന്നായിട്ടുണ്ട് കേട്ടോ. ബിൻസിയുടെ കണ്ടു, പ്രസീതയുടെ കണ്ടു, ആൻഡ് അനുഷയുടെ കാണാൻ പറ്റുന്നുണ്ട്. കുക്കൂസ് മ്യൂട്ട് ആവണം കേട്ടോ. ചെയ്തൊരു ജസ്റ്റ് ഇമേജസ് ഒന്ന് കാണിച്ചാൽ മതി കേട്ടോ. ബിൻസിയുടെ കഴിഞ്ഞു കണ്ടു കേട്ടോ, പ്രസീത കണ്ടു, കാണാൻ പറ്റുന്നുണ്ട്, നന്നായിട്ടുണ്ട്. ഓക്കെ, ഇത് ശ്രീതി ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. അനുപ്രിയയുടെ കാണാൻ പറ്റുന്നുണ്ട്, ഹരിതയുടെ കാണാൻ പറ്റുന്നുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. എങ്ങനാ പറ്റുന്നില്ലല്ലോ. ക്യാമറ ഓൺ ചെയ്തിട്ട് ബാക്ക് ക്യാമറ അതിൽ ഓപ്ഷൻ ഉണ്ട് ഇടാം. പ്രസീത മോന്റെ കണ്ടു കേട്ടോ. മാം കാണുന്നുണ്ട് മാം. അയന ഓക്കേടാ, റെഡും നമ്പേഴ്സും അല്ലേ? ഓക്കെ, കണ്ടു കേട്ടോ അയന. സൂര്യയുടെയും കണ്ടു കേട്ടോ. മാം കാണുന്നുണ്ടോ? ഐശ്വര്യ കാണാടാ, ബ്ലൂ കളറാണ്. ഓക്കെ, സ്മോൾ ലെറ്റർ. ഓക്കെ, നമ്പേഴ്സ് കണ്ടു. കുഴപ്പമില്ലടാ, വീട്ടിലുള്ള കുഴപ്പമില്ല. ഈ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നീട് വൈവിയൊക്കെ നടക്കുന്ന സമയത്ത് ടീച്ചേഴ്സിനെ കാണിച്ചു കൊടുക്കേണ്ട മെറ്റീരിയൽസ് ആണ്. അപ്പൊ അത് ആ സമയത്ത് കണ്ടാലും മതി. ആ സമയത്ത് ഞങ്ങൾ മാർക്ക് ഇടുള്ളൂ കേട്ടോ. റീനയുടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം സൂക്ഷിച്ചു വെക്കണം. വൈവേ വരെ നിങ്ങളുടെ കയ്യിൽ വേണം. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽസ് ഒക്കെ വേണം കേട്ടോ. ഓക്കെ മാം. ഓക്കെ മാം. അപ്പൊ എല്ലാവരും സൂക്ഷിച്ചു വെക്കാം മെറ്റീരിയൽസും കാര്യങ്ങളും. വീട്ടില് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാനൊക്കെ എടുക്കാം. ഓക്കേടാ, കാണാം കേട്ടോ. ഷംസി ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ഹെൽത്ത് കെയർ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. യൂണിറ്റ് 7 ഇമ്മ്യൂണൈസേഷൻ ആണ്. ഓക്കെ, പറഞ്ഞോ ഷംസി.
അദ്ദേഹം പറയാനുണ്ടോ? ഓക്കെ, ഇമ്മ്യൂണൈസേഷനെ കുറിച്ചിട്ടാണ്. അതിൽ പെന്റാവാലന്റ് വാക്സിനെ കുറിച്ചിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്നത്? പെന്റാവാലന്റ് വാക്സിൻ ഏതൊക്കെ രോഗങ്ങൾക്കാണ്? പെന്റാവാലന്റ് വാക്സിൻ രോഗങ്ങളുടെ പേര് മാത്രം എഴുതിയാൽ മതി. ഏതൊക്കെ ഡിസീസിനാണ് നമ്മൾ പെന്റാവാലന്റ് വാക്സിൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. ആരാ അത് പ്രസന്റ് ചെയ്യുന്നത്? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ഹെപ്പാറ്റൈറ്റിസ് ബി, ഹീമോഫിലിസ് ഇൻഫ്ലുവൻസ് ടൈപ്പ് ബി. ഓക്കെ, കുഴപ്പമില്ല. എല്ലാവരും കറക്റ്റ് അല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? ചെക്ക് ചെയ്തേ. എല്ലാവരും എഴുതണം കേട്ടോ. എല്ലാവരും നോട്ട്ബുക്കിൽ ഈ ഒരു പെന്റാവാലന്റ് വാക്സിനും ഏതൊക്കെ അസുഖത്തിനാണ് ആ ഒരു വാക്സിൻസ് എടുക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. ചെയ്തവര് മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നത് ഇമ്മ്യൂണൈസേഷൻ ആണ്. അതിൽ ഡിഫ്തീരിയ ആണ്. ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? രേവതി, ഓക്കെ. ഡിഫ്തീരിയ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിൽ പഠിച്ചിട്ടില്ല? നമ്മൾ പഠിച്ചോളൂ. ഓക്കെ, നമ്മുടെ തോട്ടിലും വിൻ പൈപ്പിലും ഒരു വൈറ്റ് കളറിൽ ഒരു മെംബ്രൈൻ ഗ്രോ ആവുന്നു. അതിൽ നിന്ന് നമ്മള് കൂടുതലായിട്ട് അത് കോംപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെയും ശ്വാസം കിട്ടാതെയും മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് ഡിഫ്തീരിയ. കില്ലർ ഡിസീസ് എന്നാണ് ഈ ഒരു അസുഖത്തിന്റെ പേര് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു അല്ലേ? പെർട്ടിഷ്യസും പഠിച്ചു ആൻഡ് ടെറ്റനസ്. ഇത് ഞാൻ ഡിസ്കസ് ചെയ്തല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ ഈ മൂന്നെണ്ണം? ഓക്കെ. പോളിയോ മെൻജൈറ്റിസ് അതിനെ കുറിച്ച് പറഞ്ഞോ? പോളിയോ ഇതിനകത്ത് പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞതേ ഉള്ളൂ. നമ്മള് കേരളത്തില് ഏറ്റവും ലാസ്റ്റ് പോളിയോ അല്ലെങ്കിൽ കേരളത്തിലെ ഏത് വർഷത്തിന് ശേഷമാണ് പോളിയോ റിപ്പോർട്ട് ചെയ്യാത്തത്? 2000. ഓക്കെ. ലാസ്റ്റ് സൺഡേ എന്തായിരുന്നു കേരളത്തിന് പ്രത്യേകത? പോളിയോ വാക്സിൻ കൊടുത്തു അല്ലെ? ആരൊക്കെ കൊടുത്തു? ഞങ്ങളുടെ ഇവിടെ ഇല്ല. ഓക്കെ. അപ്പോ ചെറിയ കുട്ടികളുള്ള അമ്മമാരെല്ലാവരും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അമ്മമാരെല്ലാവരും എന്ത് എടുത്തിട്ടുണ്ടാവും? ഇടുക്കി ഒഴിവാക്കി മാം ആണോ? ഇടുക്കി വേറെ ദിവസമാണ് പോളിയോ ആണോ? ഓക്കേടാ. അപ്പൊ നമ്മൾ പോളിയോ വാക്സിൻ എടുത്തു. എന്തുകൊണ്ട് നമ്മൾ പോളിയോ വാക്സിൻ ഇപ്പോഴും എടുക്കുന്നതെന്ന് അറിയാലോ? നമ്മള് കേരളത്തിൽ 2000 ശേഷം പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ 2011 ശേഷം ഇന്ത്യയിലും ഒരു പോളിയോ കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോ നമ്മളുടെ ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മളെ പോളിയോ മുക്ത രാജ്യമായിട്ടൊക്കെ പ്രഖ്യാപിച്ചു. എന്നാലും നമ്മൾ ഇന്നും കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട് അല്ലെ? അതെന്തുകൊണ്ടാണ് പോളിയോ വാക്സിൻ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ ഇന്നും പോളിയോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ കുട്ടികൾക്ക് ആർക്കും പെർമനന്റ് ആയിട്ടൊരു പാരലൈസ് ആ ഒരു ഡിഫക്ട്സും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പോളിയോ വാക്സിൻസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. 2 രീതിയിലാണ് പോളിയോ വാക്സിൻ കൊടുക്കുന്നത്, IPV ആൻഡ് OPV. IPV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ ഇഞ്ചക്ഷൻ മുഖേനയാണ് കൊടുക്കുന്നത്. OPV എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ തുള്ളിമരുന്ന് മുഖേനയാണ് കൊടുക്കുന്നത്. നമ്മൾ 12th ഒക്ടോബറിൽ കൊടുത്തത് എന്തായിരുന്നു? OPV ആയിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. The polio vaccine is given along with the 3 DPT dose, followed by the 2 booster, and once at 1.5 year and second at 4.5 years. നമ്മൾ പോളിയോ വാക്സിൻസ് കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഇപ്പോ കറന്റ് എങ്ങനെയാണ് പോളിയോ വാക്സിൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മളുടെ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതിലും നമുക്കറിയാം മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അല്ലെ? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജനിച്ച ഉടനെ നമ്മൾ ഹെപ്പറ്റൈറ്റിസിന്റെ വാക്സിൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? OPV കൊടുക്കുന്നുണ്ട്. ഓറൽ പോളിയോ വാക്സിൻ തുള്ളിമരുന്നായിട്ട് നമ്മൾ വായില് കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് ജനിച്ച ഉടനെ തന്നെ. പിന്നെ നമ്മൾ 1.5 മാസത്തിലാണ് OPV,
അതേപോലെ തന്നെ IPV കൊടുക്കുന്നുണ്ട്. ഓറൽ പോളിയോ വാക്സിൻ പ്ലസ് ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ നമ്മൾ 1.5 മാസത്തിൽ കൊടുക്കുന്നുണ്ട്. 2-ാം മാസത്തിൽ നമ്മൾ 2.5 മാസത്തിൽ OPV മാത്രമാണ് കൊടുക്കുന്നത്. ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട്. 3.5 മാസത്തിൽ വീണ്ടും OPV 3 ആൻഡ് IPV 3 നമ്മൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. ദെൻ 3.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IPV 3 കൊടുക്കും. IPV 3 9-ാം മാസത്തിലാണ് കൊടുക്കുന്നത്. IPVയുടെ 9-ാം മാസത്തിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? 3 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ OPV 2 yearsൽ 1.5 year to 2 years വീണ്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ 1.5 വയസ്സിൽ 2 വയസ്സിൽ നമ്മൾ കൊടുക്കുന്ന വാക്സിൻ എങ്ങനെയാണ്? ബൂസ്റ്റർ ഡോസ് പോലെയാണ് കൊടുക്കുന്നത്. 1.5 year മുതൽ 2 years വരെ എന്ന് പറഞ്ഞില്ലേ, അത് ബൂസ്റ്റർ ഡോസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ IPV 3 കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കുന്നത് എങ്ങനെയാണ്? ബൂസ്റ്റർ ആണ് കേട്ടോ. ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നു. പിന്നെ 4.5 വയസ്സാകുമ്പോൾ കുട്ടിക്ക് വീണ്ടും ഒരു ബൂസ്റ്റർ ഡോസ് കൂടി കൊടുക്കുന്നു. അങ്ങനെ പോളിയോ മെൻറ്റൈറ്റിസിന്റെ വാക്സിൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻഫൻസിൽ പാരലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, പെർമനന്റ് ആയിട്ടൊരു ഡിഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ പോളിയോ വാക്സിൻസ് കൊടുക്കുന്നത്. ഓക്കെ മാം കൂടെ പറയാം, ഇത് എത്ര മാസങ്ങളിലാണ് കൊടുക്കുന്നത്? ഒരു ജസ്റ്റ് ജനിച്ച ഉടനെ കൊടുക്കും. അത് OPV 0 ഡോസ് ആണ്. OPV 0 ഡോസ് ജനിച്ച ഉടനെ. OPV 1 1.5 month, OPV 2 2.5 month, OPV 3 3.5 month. ഇത് 3 എഴുതിയോ? OPVയുടെ എഴുതിയോ? മാം ഇച്ചിരി സ്ലോലി പറയാമോ? OPV ആദ്യം കൊടുക്കുന്നത് 0 ഡോസാണ് കൊടുക്കുന്നത് ബർത്ത് കഴിഞ്ഞിട്ട്. പിന്നെ OPV 1 1.5 months ആകുമ്പോൾ. പിന്നെ OPV 2 2.5 ആൻഡ് OPV 3 3.5 months. നിങ്ങളില്ലേ എന്തായാലും ഇപ്പോഴത്തെ കറന്റ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂള് ഒന്ന് ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയാ ഹെൽത്തിന്നോ കിട്ടും നമുക്ക്. അപ്പോ കറന്റ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂള് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊന്ന് പ്രിന്റ് ചെയ്ത് ഈ ചാപ്റ്ററിലൊക്കെ പിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. 1 minute കേട്ടോ, ഞാൻ ആ കറന്റ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എടുത്തിടാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അതെല്ലാവർക്കും ഗൂഗിളിൽ നിന്ന് കിട്ടുന്നതാണ്, കറന്റ് ഇമ്മ്യൂണൈസേഷന്റെ ആ ഒരു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ട് ടൈം പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകണമെന്നില്ല. ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ മാം ഈ പിള്ളേരുടെ വാക്സിൻ ബുക്കിൽ തന്നെ ഇത് ഈ ഇൻഫോർമേഷൻ എല്ലാം ഉണ്ട്. പക്ഷെ അത് വീണ്ടും ചേഞ്ച് ആയിട്ടുണ്ടടാ. അത് വീണ്ടും ചേഞ്ച് ആയിട്ടുണ്ട്, അതാണ് പ്രശ്നം. ഇപ്പൊ ഷെയർ ചെയ്യാൻ പോകുന്നത് 2025 കാണുന്ന വാക്സിന്റെയാണ് ഷെയർ ചെയ്യുന്നത്. നോക്കട്ടെ, നമുക്ക് നോക്കാം. ബർത്തിൽ ഹെപ്പറ്റൈറ്റിസ് RSV 6 months കോവിഡ് വാക്സിൻ. പെന്റാവാലിനെ കുറിച്ച് പറയുന്നില്ല അല്ലെ? റോട്ടാവൈറസിന്റെ വാക്സിൻ 6 വാക്സിൻ. അത് നോക്കട്ടെ, 2000 നിങ്ങൾ നോക്കണം കേട്ടോ. കേരളത്തിന്റെ ആ ഒരു ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂള് കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. കുട്ടിയുടെ അമ്മയും കുഞ്ഞെന്നൊക്കെ പറഞ്ഞൊരു ബുക്ക് ഉണ്ടല്ലോ, നമ്മള് പ്രഗ്നന്റ് ആവുമ്പോ തന്നെ നമുക്ക് തരില്ലേ? ലാസ്റ്റ് ആയിട്ട് ഈ വാക്സിൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ആരെങ്കിലും ഇപ്പൊ ഒരു 2 വയസ്സ് 1.5 വയസ്സുള്ള കുട്ടികൾ ആരെങ്കിലും എടുത്തുണ്ടോ? 1 വയസ്സ് 1.5 വയസ്സ് ഹരിതയ്ക്കോ? ദിവ്യ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ അമ്മയും കുഞ്ഞിനുള്ള കാർഡ് ഉണ്ടല്ലോ, ആ കാർഡിൽ ബാക്കിൽ വരുന്ന 2 ഫോട്ടോസ് എന്ത് ചെയ്യാം, എടുത്ത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഹരിതയും ചെയ്തോട്ടാ. എന്ന് വെച്ചാല് ചിലപ്പോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ടാണ്. 2 പേരൊന്ന് ഷെയർ ചെയ്തേക്കട്ടാ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വാക്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും.
നമുക്ക് ഇന്ന വാക്സിൻ ഏത് ഡേറ്റ് ആണെന്നുള്ള രീതിയിലൊന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. ഏത് വാക്സിൻ ആണെന്നുള്ള കാര്യം മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, നമ്മൾ പോളിയോനെതിരെ എടുക്കുന്ന 2 types ഓഫ് വാക്സിൻസ് ഏതാണ്? OPV, IPV. OPV. ഫുൾ ഫോം ഓഫ് OPV? Oral polio vaccine. Polio vaccine. ഓക്കെ. IPV? Inactive polio vaccine. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി മീസിൽസ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? ഏതാണ് മീസിൽസ്? 5-ാം പനി. മലയാളത്തിൽ 5-ാം പനി. ഇന്ത്യക്ക് ഒരു ക്രെഡിറ്റ് ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ മീസിൽസ് റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. സോ മീസിൽസ് എന്ന് പറയുന്ന വാക്സിൻ എടുക്കേണ്ടത് ഇമ്പോർട്ടന്റ് അല്ലേ? മീസിൽസ് നമ്മൾ എടുക്കുന്നത് 9 മാസം മുതൽ 12 മാസത്തിനുള്ളിലാണ്. 9 monthsലാണ് സാധാരണയായിട്ട് മീസിൽസിന്റെ വാക്സിൻ എടുക്കുന്നത്. ആ വാക്സിന് നമ്മൾ പറയുന്ന പേര് MR എന്നാണ്, മീസിൽസ് ആൻഡ് റുബെല്ല അല്ലെ? MR വാക്സിൻ എടുക്കാറില്ലേ? കേട്ടിട്ടുണ്ടോ? ഒരു 9 മാസമൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ അമ്മമാർക്ക്. എന്താണ് MR MR എന്നല്ലേ ഞാൻ പറഞ്ഞത്? MMR വാക്സിൻ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തെറ്റാണ്. MR ആണ് ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ് ആണ് MMR. MMR ആണ് നമ്മൾ ഹെൽത്തിൽ നിന്നല്ലാണ്ട് പുറത്തുനിന്ന് എടുക്കുന്നത്. ഓക്കെ, അത് ആൺകുട്ടികൾക്കല്ലേ മെയിൻ? ആൺകുട്ടികൾക്കാണ് മംസിന്റെ വാക്സിൻസ് മെയിൻ ആയിട്ട് എടുക്കുന്നത്. ആദ്യം എടുക്കുന്ന വാക്സിന്റെ പേര് 9 months നമ്മൾ എടുക്കുന്ന വാക്സിന്റെ പേര് MR എന്നാണ് കേട്ടോ. MR വാക്സിൻ ആണ്. MR1 എന്ന് പറയും. പിന്നെ MR ബൂസ്റ്റർ ആണ് സാധാരണ നമ്മുടെ ഹെൽത്തിലൊക്കെ ഉള്ളത്. MMR എന്തായാലും എടുക്കണം എന്നാണ്. മംസ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, കൊണ്ടുനീര് കേട്ടിട്ടുണ്ടോ? ആ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്? MMR വാക്സിൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മീസിൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മീസിൽസിന്റെ ഫസ്റ്റ് ഡോസ് നമ്മൾ എടുക്കുന്ന ടൈമാണ് 9 months. 9 to 12 monthsനുള്ളിൽ MR വാക്സിൻ എടുക്കും. മംസ് ആൻഡ് റുബെല്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള വാക്സിൻ നമ്മൾ എന്തെടുക്കും? MR വാക്സിൻ എടുക്കും. Then and the booster in the form of MMR. MMR ആണ് 15 to 18 monthsനുള്ളിൽ ബൂസ്റ്റർ ഡോസ് എടുക്കും. MMR വാക്സിന്റെ ഫുൾ ഫോം മംസ്, മീസിൽസ് ആൻഡ് റുബെല്ല. മംസ്, മീസിൽസ് ആൻഡ് റുബെല്ല എന്നാണ് MMR വാക്സിന്റെ ഫുൾ ഫോം ആയിട്ട് പറയുന്നത്. അത് തന്നെ നോട്ട് ചെയ്ത് വെക്കാം, മംസ്, മീസിൽസ് ആൻഡ് റുബെല്ല കേട്ടോ. നമ്മുടെ ടെസ്റ്റിൽ 2 രീതിയിൽ പറയുന്നുണ്ട്. ഫുൾ ഫോം നോക്കുകയാണെങ്കിൽ നമ്മള് അതന്നെ എടുത്ത് എഴുതി വെക്കാം കേട്ടോ. MMR വാക്സിന്റെ ഫുൾ ഫോം ആണ് കേട്ടോ. മംസ്, മീസിൽസ്, മംസ് ആൻഡ് റുബെല്ല കേട്ടോ. അങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചോ. നമ്മുടെ അങ്ങനെ അല്ല ഇരിക്കുന്നത്. ഞാനൊരു മരണത്തിന് നിൽക്കുവാണ്. മനസ്സിലാവുന്നില്ല അവിടെ പറയുന്നത്. മരണവീട്ട് നിൽക്കണം. ഞാനൊരു മരണത്തിൽ നിൽക്കുവാന്നാ ഇവിടെ മെസ്സേജ് വന്നേ. എഴുതണ്ട, കുഴപ്പമില്ല. നോട്ട്സ് ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് വാങ്ങിച്ചാൽ മതി. ഓക്കെ, മീസിൽസ്, മംസ് ആൻഡ് റുബെല്ല എന്നാണ് MMR വാക്സിന്റെ ഫുൾ ഫോം വരുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. MMRന്റെ ഫുൾ ഫോം ജസ്റ്റ്. ഓക്കെ, അത് എഴുതിയോ? MMR വാക്സിന്റെ ഫുൾ നെയിം മീസിൽസ്, മംസ് ആൻഡ് റുബെല്ല. ഓക്കെ, ഏത് സമയത്താണ് MMR കൊടുക്കുന്നത് കുട്ടികൾക്ക്? 9 months. 9 months. അത് MR ആണോ? MR ആണ് 15 to 18 monthsലാണ് കൊടുക്കുന്നത്. Should be there be an epidemic of measles in an area.
or should a family member get measles before the baby has been immunized? The doctor usually immunize the baby to protect it from catching it or keep the case from becoming a bad one if the baby before had it. അപ്പോൾ നമ്മുടെ ഏരിയയിൽ ഇങ്ങനൊരു ഒരു എന്താ പറയാ പകർച്ചവ്യാധി വരാണെങ്കിൽ അല്ലെങ്കിൽ എപ്പിഡമിക് വരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ കുട്ടികളെയും നമ്മൾ MR വാക്സിൻ എടുക്കാൻ പറയാറുണ്ട്. കാരണം ഡോക്ടേഴ്സ് പറയുന്നത് ഇമ്മ്യൂണൈസേഷന് മുമ്പ് ഈ അസുഖം വരാണെങ്കിൽ കുട്ടികളിൽ ബാഡ് ആയിട്ടുള്ള ഒരുപാട് എഫക്ട്സും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും MR വാക്സിൻസ് എടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഡിസീസ് ആണ്. നെക്സ്റ്റ് ഡിസീസ് നമ്മള് ഇത് സാധാരണയായിട്ട് നമ്മൾ റുബെല്ല എന്നാ പറയുന്നത്. ഇനി മറ്റൊരു പേരുണ്ട് ജർമ്മൻ മീസിൽസ്. അതേപോലെ 5-ാം പനിയേക്കാൾ വലിപ്പമുള്ള എന്തായിരിക്കും ഒരു വലിപ്പമുള്ള ഒരു കുമിളകൾ അല്ലെങ്കിൽ കുരുക്കളും കാര്യങ്ങളായിരിക്കും റുബെല്ല വരുമ്പോൾ വരുന്നത്. ഫീവർ ഉണ്ടാവും, ഹെഡേക്ക്, തൊണ്ടവേദന, അതേപോലെ തന്നെ സ്മോൾ റെഡ് ഡോട്ട് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ചെറുതുമായ ഡിഫറെന്റ് ടൈപ്സിൽ ഇത് വരും. ഞാൻ റുബെല്ലയുടെ ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ്. നമ്മൾ മീസിൽസിന്റെ കണ്ടത് നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിട്ട് കുറച്ച് മീസിൽസിന്റെ സിംറ്റംസ് നോക്കാം കേട്ടോ. അതൊന്ന് നോക്കിയിട്ട് റുബെല്ലയുടെ സിംറ്റംസ് കാണിക്കുക. ഏകദേശം രണ്ടും ഒരേപോലെ നമുക്ക് തോന്നും. മീസിൽസ് ആൻഡ് റുബെല്ല ഏകദേശം ഒരേപോലെ തോന്നുന്നൊരു ടൈപ്പ് ഓഫ് ഡിസീസ് ആണ്. മീസിൽസിന്റെ കണ്ടോ ഇമേജ് നിങ്ങള്? നെക്സ്റ്റ് ഇനി റുബെല്ലയുടെ കേട്ടോ. റുബെല്ല എന്ന് പറയുന്ന അസുഖത്തിന്റെ കുറച്ചും കൂടി. മാം ഇത് പകർച്ചവ്യാധിയാണോ, പകരുന്ന അസുഖങ്ങളാണോ? അതെ, മീസിൽസ് ആൻഡ് റുബെല്ല എന്ന് പറയുന്നത് പകർച്ചവ്യാധി തന്നെയാണ്. ഒരാളിൽ നിന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് ക്ലിക്ക് ചെയ്യാൻ കിട്ടിയിട്ടില്ല. ഓക്കെ, സ്ക്രീൻ ഷെയർ ഒക്കെ ചെയ്യാട്ടോ. ബിൻസി ജർമ്മൻ മീസിൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് എന്റെ റുബെല്ല എന്ന് പറയുന്നത്. ജസ്റ്റ് കുരുക്കളും കാര്യങ്ങളൊക്കെയാണ്. തൊണ്ടവേദന, ഹെഡേക്ക്, പിന്നെ ജോയിന്റ്സിലൊക്കെ നല്ല പെയിനും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. നമ്മുടെ കണ്ണും ചുമന്നൊക്കെ ഇരിക്കും. ഓക്കെ, ഇത് എന്നുവെച്ചാല് പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസിൽ വരാണെങ്കിൽ അത് കുട്ടികളെയും ജനിക്കാനിരിക്കുന്ന കുട്ടികളെയും അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മളത് റുബെല്ലയുടെ വാക്സിൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലെ നിങ്ങള്. റുബെല്ല വൈറസ് മൂലമുണ്ടാകുന്ന അണുബാധയാണ് ഈ ഒരു രോഗം. ഈ രോഗം പലപ്പോഴും സൗമ്യമാണ്. പകുതി ആളുകളിലും തങ്ങൾ രോഗബാധിതരാണ് എന്ന് മനസ്സിലാക്കാൻ വളരെ പാടാണ്. കാരണം സിംറ്റംസ് കുറവായിരിക്കും. ഇത് സാധാരണയായി മുഖത്ത് പിന്നെ നമ്മുടെ ശരീരഭാഗങ്ങളിലൊക്കെ ഇതെന്ത് ചെയ്യും, ഒരു ചുണങ്ങ് പോലെ ചെറിയ ചെറിയ കുരുക്കൾ വരും. ചുണങ്ങും ചിലപ്പോൾ ചെറിയൊരു കുരുക്കൾ പോലെയൊക്കെയാണ് ആദ്യത് പ്രത്യക്ഷപ്പെടുന്നത്. പനി, തൊണ്ടവേദന, ക്ഷീണം എന്നിവ സാധാരണയായിട്ട് കാണാറുണ്ട്. മുതിർന്നവരിൽ സന്ധിവേദന, നമുക്ക് കാലുവേദന, പേശിവേദനയൊക്കെ കാണും. സങ്കീർണമായി കഴിഞ്ഞാൽ രക്തസ്രാവ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അത് ഒത്തിരി പ്രശ്നങ്ങളാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ റുബെല്ല എന്ന് പറയുന്ന അസുഖം എന്നുവെച്ചാല് ഡിഫിക്കൽട്ട് ആക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ റുബെല്ലനെ കുറിച്ച് പറഞ്ഞു. റുബെല്ല ഒരു എപ്പിഡമിക് ആണ്. നമ്മൾ മീസിൽസ് പോലെ തന്നെയാണ്. ഏകദേശം സിംറ്റംസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. നമ്മള് മീസിൽസിന്റെ ഒപ്പം തന്നെയാണ് റുബെല്ലയുടെയും വാക്സിൻ എടുക്കുന്നത്. 9 മന്ത്സിലും അതേപോലെ തന്നെ 15 to 18 മന്ത്സിലും റുബെല്ലയുടെ നമ്മൾ വാക്സിൻ എടുക്കുന്നുണ്ട്. Unless there is an epidemic in the area or a case in your family, doctor usually prefer to immunize the baby against rubella when they are 1.5 years old. 1.5 വയസ്സാണ് കുട്ടിക്ക് പ്രായം. അവർ മീസിൽസിന്റെയോ റുബെല്ലയുടെ വാക്സിൻസ് എടുത്തിട്ടില്ല. നമ്മുടെ ഫാമിലിയിലോ നമ്മുടെ ഏരിയയിലോ ഒരു എപ്പിഡമിക് ഫോം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് സാധാരണയായിട്ട് MMR വാക്സിൻ ആൻഡ് MR വാക്സിൻ പ്രിഫർ ചെയ്യാറുണ്ട്. എന്താണ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? യെസ് മാം. മഞ്ജു മ്യൂട്ട്.
ഞാൻ സ്പീഡ് കൂടുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം 2-3 പേര് മെസ്സേജ് അയച്ചു. മാം സ്പീഡ് ഇച്ചിരി കൂടുതലാ. ഓക്കെ, അപ്പൊ ഞാൻ എന്തൊക്കെ അസുഖങ്ങളെ കുറിച്ച് ഇന്ന് പറഞ്ഞത്? പോളിയോ മെൻജൈറ്റിസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? പോളിയോ എന്ന് പറയുന്ന വാക്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മീസിൽസ് എന്ന് പറയുന്ന വാക്സിൻ ഏത് ഏജിലാണ് എടുക്കുന്നത്? 9 months. 9 months. ആദ്യത്തെ ഡോസ് നമ്മൾ 9 months എടുക്കും. പിന്നെ രണ്ടാമത്തെ ഡോസ് നമ്മൾ 15 to 18 ഫസ്റ്റ് ഡോസിന്റെ പേരെന്താണ്? മീസിൽസ് എന്ന് പറയുന്ന അസുഖത്തിന് MR vaccine. വാക്സിനാണ് വരുന്നത്. കേട്ടില്ല മാം. ഏത് വാക്സിനാ വരുന്ന? എംആറിൽ വരുന്ന വാക്സിൻസിന്റെ പേര് പറയാവോ? മീസിൽസ് ആൻഡ് റുബെല്ല. എംആറിന്റെ ആണ് മീസിൽസ് ആൻഡ് റുബെല്ല. 9 months to 12 months എടുക്കണം എംആർ വാക്സിൻ. ഇനി ബൂസ്റ്റർ ഡോസ് നമ്മൾ ഏത് വാക്സിനാണ് എടുക്കുന്നത്? മീസിൽസിന്റെ MMR. ഫുൾ ഫോം ഓഫ് MMR എന്താണ്? ഏത് മാസത്തിലാണ് നമ്മൾ എടുക്കുന്നത് MMR വാക്സിൻ? അത്രയും ക്ലിയർ ആണോ? റുബെല്ലയുടെ മറ്റൊരു പേരെന്താണ്? മീസിൽസിന്റെ തന്നെ സെയിം ആയിട്ടുള്ള സിംറ്റംസും അതേപോലെ വാക്സിൻസും സെയിം തന്നെയാണ്. മീസിൽസിന്റെ വാക്സിൻ എടുക്കുന്നതിനൊപ്പം തന്നെയാണ് റുബെല്ലയുടെയും വാക്സിൻ വരുന്നത്. MR ആൻഡ് MMR ആണ് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ ആണോ? മംസ് ആണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അസുഖം. എന്താണ് മംസ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മംസ് നമ്മൾ സാധാരണയായിട്ട് മംസിന്റെ വാക്സിൻ ആൺകുട്ടികൾക്ക് നിർബന്ധമായിട്ട് എടുക്കണം എന്ന് പറയാറുണ്ട്. കേട്ടിട്ടുള്ളത്? ആൺകുട്ടികൾക്ക്. ഓക്കെ, ആൺകുട്ടികൾക്ക് നിർബന്ധമായിട്ട് എടുക്കണം എന്ന് പറയുന്നത് അവര് ആ ഒരു എന്താ പറയാ ആ ഒരു ഏജില് മംസ് വൈറസ് മൂലം വരുന്ന ഒരു പകർച്ചവ്യാധിയാണ് മുണ്ടുനീര്. മുണ്ടുനീരിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ പ്രത്യേകമല്ല. പനി, തലവേദന, അസ്വസ്ഥ, പേശിവേദന, വിശപ്പില്ലായ്മ ഇതൊക്കെയാണ് സാധാരണയായിട്ട് വരുന്ന ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ സാധാരണ ഈ മുഖത്തിന്റെ വശത്തേക്ക് വേദന, ഈ ഒരു ഭാഗത്തായിട്ട് നല്ല വേദനയൊക്കെ ആയിരിക്കും. ഇങ്ങനെ നീര് പോലെ വന്ന് ഭയങ്കര വേദനയും വീക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മളുടെ മുണ്ടുനീര് അണുബാധ ഏറ്റവും സാധാരണമായ ഒരു ലക്ഷണമാണ് ഈ ഒരു വീക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. വൈറസ് ബാധ ഏറ്റ് 16 മുതൽ 18 ദിവസത്തിന് ശേഷമാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ബോഡിയിലെ വൈറസ് എൻ്റർ ആയി കഴിഞ്ഞാൽ 16 മുതൽ 18 ദിവസത്തിനുള്ളിലായിരിക്കും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ഈ ഒരു വീക്കവും കാര്യങ്ങളൊക്കെ വരുന്നത്. മുണ്ടുനീർ അണുബാധയുള്ള ഏകദേശം 3 ആളുകളും രോഗലക്ഷണങ്ങളൊന്നും അറിയണമെന്നില്ല. ഇങ്ങനൊരു അസുഖം ഉണ്ട് എന്ന് പോലും അറിയണമെന്നില്ല. അപ്പോ നമ്മള് ചിലപ്പോ അത് പെട്ടെന്ന് എന്താണ് ക്യാരിയർ ആയിട്ടൊക്കെ മാറും. രോഗലക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ, തൊണ്ടവേദനയും സാധാരണ പനിയൊക്കെ അല്ലേ എന്ന് വിചാരിച്ച് അതൊരു അങ്ങനെ ഒരു രോഗലക്ഷണം അറിയണമെന്നില്ല. പിന്നെ ഈ മുണ്ടുനീര് വരുമ്പോൾ നമ്മുടെ ആൺകുട്ടികളെ സംബന്ധിച്ച് വൃഷ്ണങ്ങളിൽ വീക്കം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇൻഫെർട്ടിലിറ്റി സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ട് ആൺകുട്ടികളിലാണ് അത് വരുന്നതെങ്കിൽ, അവര് സ്റ്റെറിൽ ആകുന്നതിന് മുമ്പായിട്ട് വരുന്നതെങ്കിൽ ആ കുട്ടികളുടെ ഇൻഫെർട്ടൈൽ ആവുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. മനസ്സിലായോ? ആൺകുട്ടികളെ എന്താണ് മംസ് വരാണെങ്കിൽ, മംസ് എന്ന് പറയുന്ന അസുഖം അവർ ആ ഒരു എന്താ പറയാ ആ ഒരു ഏജ് എത്തുന്നതിന് മുമ്പ് ഒരു 12 ഇയേഴ്സിന് മുമ്പായിട്ടൊക്കെ വരാണെങ്കിൽ ആൺകുട്ടികൾക്ക് വൃഷ്ണങ്ങളിൽ വീക്കം വരുന്നതായിട്ടും ഇൻഫെർട്ടിൽ ആവുന്നതായിട്ടും പറയുന്നുണ്ട്. കാരണം മുണ്ടുനീര് വന്നിട്ടുണ്ട്, ഡോക്ടർമാർ ഇൻഫെർട്ടിലിറ്റിയുടെ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ചോദിക്കും ഇന്ന ഏജില് നിങ്ങൾക്ക് മുണ്ടുനീര് എന്ന് പറയുന്ന അസുഖം വന്നിട്ടുണ്ടോ? അപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ മേ ബി അവർ ഇൻഫെർട്ടിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. മാം, എന്റെ അനിയന്റെ മോൻ ഇപ്പൊ മുണ്ടുനീരായിട്ടിരിക്കുക. അവൻ എടുത്തിട്ടുണ്ടോ MMR വാക്സിൻ? ഇപ്പം അവർ സ്കൂളിലാണെങ്കിൽ 1 ആഴ്ച 2 ആഴ്ച കൊണ്ട് സ്കൂളെല്ലാം അടച്ചേക്കുക. അവിടെ എല്ലാവർക്കും പകർച്ചവ്യാധിയാ മൊത്തം. അപ്പൊ അവർ എടുത്തിട്ടുണ്ടായിരുന്നു MMR വാക്സിൻ? എടുത്തിട്ടുണ്ടായിരുന്നോന്ന് അറിയത്തില്ല എനിക്ക്. ഒന്ന് ചോദിച്ചു നോക്കടാ. കാരണം MMR വാക്സിൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. MMR വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു? അങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ ആ ഡോക്ടറിനൊന്ന് കണ്ട് ഇനിയിപ്പോ എന്താ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പ് എന്നൊന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ മാം.
കാരണം ആൺകുട്ടികളിലാണ് അത് കോംപ്ലിക്കേഷൻ വരുന്നത്. പെൺകുട്ടികൾ ഈ ഇൻഫെർട്ടിലിറ്റിയും കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് നേരിട്ട് ആ കുട്ടികളുടെ എന്താ പറയാ വിഷയങ്ങളെ ബാധിക്കുകയും ആ ഇൻഫെർട്ടിലിറ്റി വരെയും ചെയ്യുകയാണ്. അത് വന്നു, നല്ലോണക്ക് വന്നു അവന്, നല്ല നീരുണ്ട്. അത് അവിടെ ഓക്കെ നമുക്ക് നോക്കാം കേട്ടോ. മംസും കാര്യങ്ങളും നോക്കാം. ഈ വന്ധ്യതാണോ വന്ധ്യതയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഇൻഫെർട്ടിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമ്മള് മെച്യൂർ ആവുന്നതിന് മുമ്പായിട്ട് വരാണെങ്കിൽ കുട്ടികൾക്ക് ഇൻഫെർട്ടിൽ ആവുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. പറഞ്ഞോ ഹസ്ന. MR2 എന്ന് പറയുന്നതാണോ MMR? MR2 എന്ന് പറയുന്നതല്ല MMR. MR2 ആണ് നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലുള്ള ബൂസ്റ്റർ ഡോസ്. MR-നെതിരെയുള്ള ബൂസ്റ്റർ ഡോസ്, മിസിൽസ് ആൻഡ് റുബെല്ലയ്ക്കെതിരെയുള്ള ബൂസ്റ്റർ ഡോസ് ആണ് MR എന്ന് പറയുന്നത്. ഈ മംസ് എന്ന് പറയുന്ന വാക്സിൻ പ്രൈവറ്റിലാണ് കൊടുക്കുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് MMR കൊടുക്കുന്നത്. സാധാരണ ഇപ്പോ പെൺകുട്ടികളുടെ ഒക്കെ കേസിലാണെങ്കിൽ ഗവൺമെന്റിലാണ് നമ്മൾ വാക്സിൻസ് എടുക്കണമെങ്കിൽ MR വാക്സിൻ തന്നെയായിരിക്കും ഒരു ബൂസ്റ്റർ നമുക്ക് തരുന്നത്. പക്ഷെ ആൺകുട്ടികളുടെ ആണെങ്കിൽ ഹെൽത്തിൽ നിന്ന് പറയും നമ്മളോട് MMR എടുക്കണം കേട്ടോ, നിങ്ങൾ MMR എന്തായാലും കമ്പൽസറി എടുക്കണം എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് പിന്നീട് MMR എടുക്കുക വേണ്ടത്. അത് മോൻക്ക് ഞാൻ 1.5 വയസ്സ് കൊടുത്തതില് MR2 ആണ് ടിക്കറ്റ്, MMR കട്ട് ചെയ്തിട്ട്, അതാണ് ചോദിച്ചത്. അപ്പോ മോനാണോ? മോനാണ്, 1.5 വയസ്സില് കൊടുത്തതേ. അപ്പൊ ഞാൻ അവരെ ഹെൽത്തില് ആശാ വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, JDS, അവരെ വിളിച്ചിട്ട് ഇന്ന് തന്നെ ചോദിക്കാം, ഞങ്ങള് MR ആണ് എടുത്തിരിക്കുന്നത്, MMR എടുക്കണം എന്നുണ്ട്, മംസിനെതിരെയുള്ള വാക്സിൻ കൂടി എടുക്കണം എന്നുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് എപ്പോ എടുക്കാൻ പറ്റും? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി എടുക്കാനായിട്ട് എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പോയി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കോ? മോൻക്ക് ഇപ്പൊ 4 years ആയി. എത്ര വയസ്സ്? 4 മോനാണോ? അതെ. എടുക്കുന്ന ഇട നല്ലത് ആൺകുട്ടിയല്ലേ? അപ്പൊ അതില് അവർ പറയുന്നത് പോയി എടുത്തില്ലേലും കുഴപ്പമില്ലാന്ന് അവർ പറയുന്നത്. അത് നമ്മൾ നമ്മുടെ കുട്ടിയുടെ ഹെൽത്ത് അല്ല നോക്കേണ്ടത്, നമ്മളവരൊക്കെ പറയണമെന്നല്ല നോക്കേണ്ടത്. നമ്മൾ നമ്മുടെ കുട്ടിയുടെ ഹെൽത്ത് ഒന്ന് നോക്കിയാൽ പോലെ. മംസിന്റെ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. മുണ്ടുനീര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്കൂളിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഇപ്പൊ 4 വയസ്സ് എന്ന് പറയുമ്പോ LKG പോകുന്ന പ്രായം. മാം, എന്റെ മോൻക്ക് ഉണ്ടായിട്ടുണ്ട് മുണ്ടിവീക്കം. UKG പഠിക്കുമ്പോഴാണ്, കഴിഞ്ഞ കൊല്ലം. ഇപ്പൊ അവൻ 1ാം ക്ലാസ്സിലാണ്. അത് ക്ലാസ്സിൽ എല്ലാവർക്കും ഉണ്ടായി, പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടായി, ഇവനക്കും ഉണ്ടായി. ഞാൻ വാക്സിൻ നോക്കിയിട്ടില്ല, എടുത്തിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം. ഓക്കെ, പ്രൈവറ്റിലാണ് ആ വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ളത്. MMR എന്ന് പറയുന്നത് പ്രൈവറ്റിലൊക്കെ കിട്ടുന്ന വാക്സിൻ ആണത്. നമ്മൾ പൈസ കൊടുത്ത് എടുക്കണം. ഞാൻ എന്റെ 2 പേർക്കും 2 കുട്ടികൾക്കും MMR വാക്സിൻ എടുത്തിട്ടുണ്ട്, പ്രൈവറ്റിൽ എടുത്തത്. ഇത് 1000 സംതിങ് എമൗണ്ട് വരുന്നുള്ളൂ വാക്സിന് വരുന്നത്. നമ്മള് അത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ ചോദിച്ചു നോക്കി, ഹെൽത്ത് ആശാ വർക്കേഴ്സിനോട് ചോദിക്കാം, എടുക്കാം. സെന്ററിലൊക്കെ വരലുണ്ട് ഇത്. ഹെൽത്ത് സെന്ററിൽ വരില്ല MMR. MMR ഹെൽത്ത് സെന്ററിൽ വരില്ല. മംസിന്റെ വാക്സിൻ പ്രൈവറ്റ് ആയിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത്. പണ്ടുണ്ടായിരുന്നു എന്നിട്ട് നിർത്തലാക്കി, വീണ്ടും നിർത്തലാക്കിയിരിക്കാം, ഇപ്പൊ കൊടുക്കുന്നില്ല. ഒന്ന് ചോദിച്ചു നോക്കിയിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, മംസിനെ കുറിച്ച് നോക്കാം കേട്ടോ. Immunization to prevent mumps is usually given when the baby is 50 to 80 months. നമ്മളൊരു 50 to 80 monthsലാണ് MMR വാക്സിൻ കൊടുക്കുന്നത്. In the form of measles, mumps and rubella vaccine. Mumps booster may be given when the child is 12 years old. നമുക്ക് ബൂസ്റ്റർ ഡോസ് ഒരു 12 വയസ്സൊക്കെ ആകുമ്പോൾ കൊടുക്കാം. This is especially important for the boys. നമ്മൾ ഈ ബൂസ്റ്റർ ഡോസ് ഒക്കെ എടുക്കണം എന്ന് പറയുന്നത് ആർക്കാണ്? ആൺകുട്ടികൾക്കാണ് ഈ ബൂസ്റ്റർ ഡോസ് എടുക്കണം എന്നൊക്കെ പറയുന്നത്. If the boy catch mumps when he is immature, മെച്യൂർ ആവുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് മംസ് വരാണെങ്കിൽ he may become sterile. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെറിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ധ്യത വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആൺകുട്ടികളുടെ കേസിൽ റിസ്ക് എടുക്കേണ്ട. നമുക്കറിയാം, മംസ് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ അത് വിഷണങ്ങളെ ബാധിക്കുകയും നമ്മളെ കുട്ടികൾക്ക് ഇൻഫെർട്ടിൽ ആവാനുള്ള ചാൻസും കൂടുതലാണ്. സോ നമ്മൾ വാക്സിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ എടുക്കാത്തവരുണ്ടെങ്കിൽ എടുക്കണം. കേട്ടല്ലോ? ഹിസ ഓക്കെ മാം. ഒന്ന് നോക്കടാ.
ടൈം ഉണ്ട്, 12 months എടുക്കാം. അതേപോലെ നമുക്ക് എനിക്ക് തോന്നുന്നു 1 month കഴിഞ്ഞിട്ട് വീണ്ടും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. MMR എടുക്കുന്നതുകൊണ്ട് വീണ്ടും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നോക്കിയിട്ട് എടുത്താൽ മതി. ഒന്ന് ചോദിച്ചിട്ട് നിങ്ങള് എന്താ പറയാ, നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ഉണ്ടാവില്ലേ, ആ ഡോക്ടറിനോട് ഒന്ന് ചോദിച്ചിട്ടൊക്കെ എടുത്താൽ മതി. ഓക്കെ 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 മാം. മാം ഞാനിപ്പോ മോൻ എടുത്തത് ഇതുപോലെ 1 month ആഫ്റ്റർ 1 month ആണ് എടുത്തത് ഡോക്ടർ പറഞ്ഞിട്ട്. ആണോ? ആഫ്റ്റർ 1 month ആക്ച്വലി MR എടുത്തിട്ട് വീണ്ടും ആഫ്റ്റർ 1 month കഴിഞ്ഞിട്ടാണ് എടുത്തത്. ഞങ്ങളെ ആ സമയത്ത് MR എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, MMR കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവരോട് ചോദിച്ച സമയത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോ ആൺകുട്ടിയാണ്, ഞങ്ങളിപ്പോ UAE സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡോക്ടറോട് ചോദിച്ച സമയത്ത് പറഞ്ഞു നിർബന്ധമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് 2 ഡോസും എടുത്തു. ഇപ്പൊ 5 to 6 years ആയി. ആ ടൈമാണ് ഞങ്ങൾ എടുത്തത്. ഓക്കേടാ, അത് വാക്സിൻ ഉണ്ട്, നമ്മളത് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഡോക്ടറോട് ചോദിച്ച് മതി എടുക്കാൻ പറ്റും. 2 years. ഓക്കെ, 2 വയസ്സ് നമ്മൾ ഡോക്ടറിനോട് ചോദിച്ചാൽ മതി. നമ്മള് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ഡോക്ടറിനോട് പറയാം MR വാക്സിൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ബുക്ക് ഉണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള ആ ഒരു കാർഡ് കൊണ്ടുപോവാ, ഡോക്ടറിനോട് പറയാം ഞങ്ങൾ ഇങ്ങനെ MR വാക്സിൻ എടുത്തിട്ടുണ്ട്, 1 month കഴിഞ്ഞു, MMR എടുക്കണോ ഡോക്ടറിന് ചോദിക്കുമ്പോ MMR എടുക്കാം എന്ന് പറയുകയാണെങ്കിൽ എടുക്കാം. ഓക്കെ, MMR എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ആൺകുട്ടി ആയതുകൊണ്ടാണ് നിർബന്ധം പറയുന്നത്, പെൺകുട്ടിയാണെങ്കിൽ MR മതിയായിരുന്നു കേട്ടോ. ഇത് 9 to 15 to 18 months എടുക്കണം. അപ്പൊ അതിനേക്കാളും ഡിലേ ആകുമ്പോൾ എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് നമുക്ക് MR എടുത്തിട്ടുണ്ട് അവർ ഓൾറെഡി. യെസ് മാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ മംസിനെയും കൂടി വാക്സിൻ ഇൻക്ലൂഡ് ചെയ്തെടുക്കുന്ന 1 month ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, ചോദിച്ചിട്ട് എടുക്കാം. അല്ലാണ്ട് മംസിന് മാത്രം വാക്സിൻ. എന്റെ പിള്ളേർക്ക് പറഞ്ഞാൽ ഇപ്പം 5.5 വയസ്സ് ഒരാൾക്ക് 7 വയസ്സാണ്. ആൺകുട്ടികളാണോ? ആൺകുട്ടികളാ. അവർക്ക് എടുത്തിട്ടില്ല, ആ ടൈമിൽ ഉണ്ടാവില്ല. മാത്രമേ എടുത്തിട്ടുള്ളൂ. MR മാത്രമേ എടുത്തിട്ടുള്ളൂ, MMR എടുത്തിട്ടില്ല. ഇല്ല, മീൻസ് അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് എടുത്തത്. അപ്പൊ അവർ പറഞ്ഞു നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വലിയ നിർബന്ധമില്ല. അങ്ങനെയല്ലടാ, അത് അവരുടെ കയ്യിൽ അത് അവൈലബിൾ അല്ല. MMR വാക്സിൻ എന്ന് പറയുന്നത് അവൈലബിൾ അല്ല. അപ്പൊ നമ്മൾ ഡോക്ടറോടും ചോദിച്ചപ്പോൾ പറഞ്ഞ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എടുക്കുക, വലിയ നിർബന്ധമില്ലാന്ന്. ബിക്കോസ് MR-ഉം ഇത് രണ്ടും വാക്സിൻ ഒരേപോലെ ഇത് ചെയ്യുന്നത് അവർ പറഞ്ഞത്. അത് ചുമ്മാ ചോദിച്ചാൽ മതി. നിങ്ങൾ ഡോക്ടറെ അടുത്ത പ്രാവശ്യം കൺസൾട്ടേഷന് വേണ്ടി പോകുമ്പോൾ പറയാം, ഈ ആൺകുട്ടികൾക്ക് മംസിന്റെ വാക്സിൻ എടുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, അത് നിർബന്ധമാണോ ഡോക്ടറെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുത്താലോ എന്ന് ചോദിച്ചാൽ മതി. നമ്മള് ആ എമൗണ്ടിന്റെ പ്രശ്നമാണ്. ഒരു വാക്സിൻ എടുക്കാൻ വരുന്ന ആ എമൗണ്ട് ഉണ്ടല്ലോ, ബാക്കി എല്ലാ വാക്സിനും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടല്ലേ. അപ്പൊ അത് എല്ലാവരും എടുക്കും. പക്ഷെ നമ്മൾ ആ പുറത്ത് പ്രൈവറ്റിൽ പോയി എടുക്കേണ്ട വാക്സിൻ ചിലപ്പോൾ മിക്കവാറും അവോയ്ഡ് ചെയ്യാണ് പതിവ്. ഓക്കെ ഓക്കെ, അപ്പൊ എടുക്കാന്നാണ് എന്റെ അഭിപ്രായം, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. ഓക്കെ, a regular immunization schedule needed to be followed since the time of birth of the child till the stage of mentioned in the schedule. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് മുതലേ അവന് വേണ്ടുള്ള ഇമ്മ്യൂണൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ബിഫോർ ബർത്ത് അമ്മയ്ക്ക് നമ്മൾ എന്തിന്റെ വാക്സിൻ കൊടുക്കും? ടെറ്റനസിനുള്ള വാക്സിൻ കൊടുക്കും. TT ഫസ്റ്റ് ഡോസ് ഏത് മന്ത്സില്? 3 months, സെക്കൻഡ് ഡോസ് 5 months, അല്ലെങ്കിൽ ബൂസ്റ്റർ 3 months കൊടുക്കും. ഇങ്ങനെ വാക്സിൻ എടുത്തിട്ടുണ്ടോ നിങ്ങൾ? പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് TT എടുത്തിട്ടുണ്ടോ? എല്ലാ അമ്മമാരും വേണ്ടിയിട്ടാന്ന് വിചാരിച്ച് നമ്മൾ ആ വാക്സിൻ എടുത്ത് നമുക്ക് വേണ്ടിയിട്ടാന്ന്? അങ്ങനെയല്ല, നമുക്ക് ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട്, ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു ഡിഫിക്കൽട്ടീസ് നമ്മുടെ കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബർത്തിന് മുമ്പ് തന്നെ TT എന്ന് പറയുന്ന വാക്സിൻ എടുക്കുന്നത്. ഓക്കെ, അത് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ടെറ്റനസ്. ടെറ്റനസ് എന്ന് പറയുന്ന TT ഏത് അസുഖത്തിനെതിരെ പ്രൊട്ടക്ട് ചെയ്യുന്ന വാക്സിൻ ആണ്? ടെറ്റനസ്. ഓക്കെ അല്ലേ? ആസ് സൂൺ ആസ് പോസിബിൾ ആഫ്റ്റർ ബർത്ത്, ഒരു കുട്ടി ജനിച്ചതിന് ഉടനെ തന്നെ നമ്മൾ കയ്യിൽ നമ്മുടെ ഈ ഒരു തൊലിപ്പുറത്ത് ഒരു ഇഞ്ചക്ഷൻ എടുക്കും. നമ്മളുടെ ഒക്കെ കയ്യിൽ വേണമെങ്കിൽ അതിന്റെ ഒരു അടയാളം തന്നെ ഉണ്ടാവും അല്ലെ, BCG എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഇവിടെ തൊലിപ്പുറത്ത് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ആണ്. നമ്മളത് കൊമള വന്നിട്ട് അതങ്ങനെ പൊട്ടി പോകും. പക്ഷെ അത് എന്താ പറയാ, സിമ്പിൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും അല്ലെ. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ട്യൂബർകുലോസിസ്, TBക്ക് എതിരെ എടുക്കുന്ന വാക്സിൻ ആണ് കേട്ടോ. BCG ഏത് അസുഖത്തിനെതിരെ എടുക്കുന്നതാണ്? ഓക്കെ, ഇനി അറ്റ് ഏജ് ഓഫ് 6 weeks DPT പോളിയോ നമ്മൾ കൊടുക്കും. DPTയും കൊടുക്കാറുണ്ട്, പോളിയോ കൊടുക്കാറുണ്ട്. ഇന്നത് മാറിയിട്ടുണ്ട്.
നമ്മൾ കൊടുക്കുന്ന വാക്സിന്റെ പേര് പെന്റാവാലന്റ് വാക്സിൻ എന്നാണ്. ആൻഡ് പ്ലസ് പോളിയോ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പെന്റാവാലന്റ് വാക്സിൻ ഏതൊക്കെ അസുഖങ്ങൾക്കെതിരെയുള്ള പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത്? പറഞ്ഞോ. Diphtheria, pertussis, tetanus, hepatitis, ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. ഓക്കെ, ഇനി 6 months പണ്ട് ഹെപ്പറ്റൈറ്റിസിന്റെ വാക്സിൻ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരുന്നത്. ഇപ്പൊ നമ്മള് ഒരുമിച്ച് കൊടുക്കുന്നത് പെന്റാവാലന്റ് വാക്സിൻ ഒപ്പം തന്നെ കൊടുക്കുന്നത്. ദെൻ ഏജ് ഓഫ് 10 weeks എന്ന് വെച്ചാൽ 2 hand സെക്കൻഡ് ഡോസ് കൊടുക്കുന്ന സമയമാണ്. DPT അല്ല കൊടുക്കുന്നത്, പെന്റാവാലന്റ് കൊടുക്കുന്നത്. ഓൾസോ പോളിയോന്റെ വാക്സിനും കൊടുക്കുന്നുണ്ട്. ആൻഡ് 14 weeks നമ്മൾ 3rd ഡോസ് കൊടുക്കുന്നു. അതും DPT അല്ല ഇപ്പൊ കൊടുക്കുന്ന, പെന്റാവാലന്റ് ആണ്. പ്ലസ് പോളിയോന്റെ വാക്സിനും കൊടുക്കുന്നു. 9 months ശ്രദ്ധിക്കാം. 9 months നമ്മൾ മീസിൽസിനെതിരെയുള്ള വാക്സിൻ കൊടുക്കുന്നു. മീസിൽസ് ആൻഡ് റുബെല്ല MR ആണ് കൊടുക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കാം, MR വാക്സിൻ. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മീസിൽസ് എന്ന് മാത്രമേ ഉള്ളൂ, അത് അവിടെ കൂടെ പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മംസ് എന്നും കൂടി ആക്കാം. മീസിൽസ് 9 months നമ്മൾ കൊടുക്കുന്ന വാക്സിന്റെ പേര് മീസിൽസ്. MR വാക്സിൻ ആണ്. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മീസിൽസ് ആൻഡ് റുബെല്ല. ഓക്കെ, നോട്ട് ചെയ്തോ. ഓക്കെ, ഏജ് 15 to 18 months നമ്മൾ MMR വാക്സിൻ കൊടുക്കുന്നു. മീസിൽസ്, മംസ്, റുബെല്ല ഈ 3 അസുഖങ്ങൾക്ക് എതിരെയുള്ള പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ MMR വാക്സിനിലൂടെ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? മാം ഇപ്പൊ പറഞ്ഞ 6 weeksനുള്ള നമുക്ക് DPTയുടെ സ്ഥലത്ത് DPT കൊടുക്കുന്നു, പെന്റാവാലന്റ് വാക്സിനേഷൻ കൊടുക്കുന്നു, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി കൊടുക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി നമ്മുടെ പെന്റാവാലന്റിലുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യം പറഞ്ഞ 6 weeks. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി നമ്മൾ ജനിച്ച ഉടനെ കൊടുക്കുന്ന വാക്സിനാ. ഹെപ്പറ്റൈറ്റിസ് ബി നമ്മള് ജനിച്ച ഉടനെ കൊടുക്കും കുട്ടികൾക്ക്. ഇപ്പൊ മാറിയിട്ടുണ്ട് കേട്ടോ. BCG കൊടുക്കും, ഹെപ്പറ്റൈറ്റിസ് ബിയും കൊടുക്കും, OPV 0 ഡോസ് ജനിച്ച ഉടനെ കൊടുക്കും. അത് നിങ്ങൾ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ 2 കുട്ടികൾ അയച്ചു തരുമെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് ഈ ഒരു ചാർട്ടിൽ വന്നിട്ട് എഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അത് അപ്പൊ ക്ലിയർ ആവും കേട്ടോ. ഇനി ബാക്കിയുള്ളതിലൊന്നും കറക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. അതിൽ നമ്മള് 9 months മീസിൽസ് ആണ്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് മീസിൽസ് ആൻഡ് റുബെല്ല. ആൻഡ് 15 to 18 months MMR വാക്സിൻ അയച്ചിട്ടുണ്ട്. ഓക്കെ, 18 months പെന്റാ ബൂസ്റ്റർ ആണ് കൊടുക്കുന്നത്. പെന്റാവാലന്റിന്റെ ബൂസ്റ്റർ ഡോസ് ആണ് കൊടുക്കുന്നത്. നോട്ട് കേട്ടോ, പെന്റാവാലന്റ് 3 ഒക്കെ വരുന്നുണ്ട്. പെന്റാവാലന്റ് സെക്കൻഡ് ഡോസ്. പെന്റാവാലന്റ് സെക്കൻഡ് ഡോസ് 18 months കാര്യം നോക്കാം. 18 months 16 to 18 months 24 months MMR DPT MMR JE OPV. ഓക്കെ, DPT ബൂസ്റ്റർ കൊടുക്കും കേട്ടോ. DPTയുടെ ബൂസ്റ്റർ കൊടുക്കും. ഇത് കറക്റ്റ് ആണ്. 18 months DPTയുടെ ബൂസ്റ്റർ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ കറക്റ്റ് ആണ് കേട്ടോ. 18 monthsന്റെ കാര്യത്തിൽ കറക്റ്റ് ആണ്. ബൂസ്റ്റർ ഡോസ് ആണ്. DPTയുടെ പോളിയോ ഒക്കെ നമ്മൾ എന്ത് കൊടുക്കും? ബൂസ്റ്റർ ഡോസ് കൊടുക്കും. അത് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ 5 വയസ്സിനും 6 വയസ്സിനും ഇടയ്ക്കുണ്ട് DPTയുടെ ബൂസ്റ്റർ 2. സെക്കൻഡ് ബൂസ്റ്റർ ഉണ്ട്. ദെൻ 24 months ആകുമ്പോൾ നമ്മൾ ടൈഫോയിഡിനെതിരെയുള്ള വാക്സിൻ കൊടുക്കും. ഓക്കെ, ടൈഫോയിഡിനെതിരെയുള്ള വാക്സിൻ കൊടുക്കുന്നു. നമ്മള് കുട്ടികളിൽ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് എല്ലാ ടീച്ചേഴ്സിനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ഹെൽത്ത് കെയറിനെ കുറിച്ചിട്ടും ഇമ്മ്യൂണൈസേഷനെ കുറിച്ചിട്ടും നമ്മൾ അവെയർ ആയിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളുടെ ക്ലാസ്സിൽ ഒരു കേസ് എന്താ പറയാ, മംസ് ഒരു കുട്ടിക്ക് മംസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പാരന്റ്സിനോടും ചോദിക്കുക, നിങ്ങൾ എല്ലാവരും MMR വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ മീസിൽസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരന്റ്സിനോട് ചോദിക്കുക, മീസിൽസ് വാക്സിൻ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. MR വാക്സിൻ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കാനായിട്ട് അവരെ സജസ്റ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റണം? നമ്മൾ ടീച്ചേഴ്സിന് പറ്റണം. അതേപോലെ നമ്മൾ ചില സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വാക്സിൻസ് ഒക്കെ എടുത്തോന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ആരോഗ്യ ഗൾഫിലുള്ളവരില്ലേ, അവർക്ക് വാക്സിൻസ് കമ്പൽസറി ആയിട്ട് ഇങ്ങനെ വാക്സിൻസ് എടുക്കണമെന്ന് നിർബന്ധമല്ലേ? നിർബന്ധമാണ്.
അത് അതങ്ങനെ വേണം, നിർബന്ധമാണ്. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ വാക്സിൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് എടുക്കണം, അങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ നോക്കാം, ശ്രദ്ധിക്കുക കേട്ടോ. Then the teacher should be aware of common childhood disease and be careful to notice if any child gets ailment which may be acquired by others. അതേപോലെ തന്നെ മറ്റു കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിന് അസുഖങ്ങൾ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ക്യാച്ച് ചെയ്യോ, അതിന് വേണ്ട നമ്മൾ നടപടിക്രമങ്ങൾ എടുക്കണം. ടീച്ചേഴ്സ് നോളജ് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ക്യാൻ ഹെൽപ്പ് ദി സൊസൈറ്റി ഫ്രം ഡേഞ്ചറസ് എപ്പിഡമിക്സ്. നമ്മൾ ടീച്ചേഴ്സിന് ഈ ഹെൽത്ത് കെയറിനെ കുറിച്ചിട്ടും ഇമ്മ്യൂണൈസേഷനെ കുറിച്ചിട്ടും നല്ല നോളജ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ആ ഒരു എപ്പിഡമിക്സ് എന്നുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒരു പരിധി വരെ നമ്മളെല്ലാവരും ഈ വാക്സിൻസിനെ കുറിച്ചിട്ടും അസുഖങ്ങളെ കുറിച്ചിട്ടും വ്യക്തമായ ഒരു ധാരണ ആർക്ക് വേണം? നമ്മൾ എല്ലാവർക്കും വേണം, അല്ലെ? അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഈ വാക്സിൻസിന്റെ കാര്യം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ നോക്കിയിട്ട് വരണം, ഷെയർ ചെയ്ത് അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വരണം. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ വാക്സിന്റെ ഷീറ്റ് എനിക്ക് ഇടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ PDF ഷെയർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്റെ കയ്യിൽ പ്രിന്റ് എടുത്തിരിക്കുന്ന പേപ്പറാണ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓരോ വാക്സിൻ ഷീറ്റും എടുത്തിട്ട് അതൊന്ന് നോട്ട് ചെയ്ത അസുഖങ്ങളെ കുറിച്ചും ആ ഒരു അസുഖം ഏത് മാസം ആ ഒരു വാക്സിൻ ഏത് മാസമാണ് കൊടുക്കുന്നതെന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചില വാക്സിനേഷൻസ് നമ്മൾ എടുക്കുമ്പോൾ പിള്ളേർക്ക് അതിൻ്റെതായ റിയാക്ഷനും ആകുന്നുണ്ട്. ലൈക്ക് ആസ് എൻ എക്സാമ്പിൾ, എന്റെ മോക്ക് നമ്മൾ ഫസ്റ്റ് ബേബിയുടെ ബർത്ത് ആയി കഴിഞ്ഞിട്ട് BCGയുടെ വാക്സിനേഷൻ എടുക്കും. അപ്പൊ മോക്ക് 3 മാസം ആയപ്പോൾ അണ്ടർ ആംസിന്റെ താഴെ ഒരു സിസ്റ്റ് വന്നു. മുട്ടയുടെ അത്രയും വലിയൊരു സിസ്റ്റ് ആയിരുന്നു, വലിയ പെയിൻഫുൾ ആയിരുന്നു. അത് പിന്നെ ഓപ്പറേറ്റ് ചെയ്ത കളിയായിരുന്നു. അത് പിന്നെ നമ്മൾ ബയോപ്സിക്ക് വേണ്ടിയൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു BCGയുടെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ 1000-ൽ 1 കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു റിയാക്ഷൻ ആകുന്നതാ. അത് BCG അഡനൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമാ പറഞ്ഞിട്ട്. അത് പിന്നെ അതിന്റെ റിയാക്ഷൻ ആയിട്ട് ഇപ്പം കുഞ്ഞിനെ മീൻസ് വലിവും അലർജി പ്രോബ്ലമും ഒക്കെ ആണോടോ? നമ്മൾ ആ 3 മാസം ജസ്റ്റ് ഒരു വിത്തിൻ എ വീക്സ് അതൊരു മുട്ടയുടെ അത്രയും അണ്ടർ ആംസിൽ അത്രയും വലുപ്പമായി നിമിഷ നേരത്തിൽ. അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടും. അപ്പൊ പെൺകുട്ടി ആയതുകൊണ്ട് ഇനി ഒരു 5 വയസ്സ് കുഞ്ഞിനെ ആവുമ്പോൾ അടുത്ത ഒരു സർജറി അവിടെ അവർ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അത് നമ്മളുടെ ബ്രസ്റ്റ് പാർട്ട് ഒക്കെ വലിയതാവുമല്ലോ, ഹോർമോണൽ ഡെവലപ്മെന്റ് ആവുമ്പോൾ അവിടെ ഒരു തൊലിക്കട്ടി വരുമ്പോൾ കുഞ്ഞിനെ അതിൻ്റെ ആയുള്ള മുമ്പിലോട്ട് ബുദ്ധിമുട്ട് വരാതിരിക്കുകയാണ്. അപ്പൊ അതൊരു BCGയുടെ നമുക്കൊരു റിയാക്ഷൻ ആയത് ഒരു കുട്ടിക്ക് ആണല്ലേ. എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. നമ്പർ ഓഫ് ചില കുട്ടികൾക്ക് ഓൾറെഡി ഇതിനുള്ള ആന്റിബോഡീസ് അവരുടെ ബോഡിയിൽ ഉണ്ടാവും. അപ്പൊ ഇത് നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇനാക്റ്റീവ് ആക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിന്റെ തന്നെ ഇനാക്റ്റീവ് ആയിട്ടുള്ള വൈറസ് ആണ് നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നത്. പെട്ടെന്ന് ആന്റിബോഡീസ് തമ്മിൽ അറ്റാക്ക് ചെയ്യുന്നു, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. റെയർ ആയിട്ടാണ് കേൾക്കാറ്. ഇത് റെയർ കേസാണ് ഞാൻ സിബിയുടെ കാര്യത്തിൽ കേട്ടത് കേട്ടോ. ബിക്കോസ് അതിനെ ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അതിന്റെ കോൺസിക്വൻസസ് ഇപ്പോഴും ഉണ്ട്. till the time she is 5 years old. Because first ഒരു രണ്ടാമത്തെ സർജറി കഴിയാതെ നമുക്കൊന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നത്? ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് അയച്ചാൽ പോരെ മാം? ഓക്കെ, താങ്ക് യു ഓൾ. ചിക്കു ആ നമ്പറിലേക്ക് ഒന്ന് അയക്കട്ടോ. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.